ഒന്ന് സ്നാപ്പ് ചെയ്യുന്ന സമയം കൊണ്ടേ ഒരു വർഷം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. 2025 നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് വെറും 2 മാസത്തെ സമയമാണ്. മാഷാ അല്ലാ, 2 മാസത്തെ സമയമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇനി എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? 2025 തുടക്കത്തിൽ നമ്മളൊരു സംഭവം എഴുതിയിട്ടില്ലേ, ന്യൂ ഇയർ ഗോൾസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ. അതൊക്കെ ഒന്ന് വീണ്ടും നമ്മൾ പൊടി തട്ടിയെടുക്കാനുള്ള സമയമായിട്ടോ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനങ്ങൾ പറയുന്നത് 94% ആൾക്കാർ അവനവൻ്റെ ന്യൂ ഇയർ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. ശരി, ഇനിയിപ്പോൾ ന്യൂ ഇയർ ഗോൾസ് അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം 94% ആൾക്കാരും അത് അച്ചീവ് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ പഠനങ്ങൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു 3 മാസത്തേക്കെങ്കിലും മര്യാദക്കാരും പണിയെടുത്തിട്ടുണ്ടാവില്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? മനുഷ്യർ സാധാരണഗതിയിൽ അങ്ങനെയാണെന്നേ. നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, സിനിമ കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാളോട് നിങ്ങൾ പറയുന്ന രീതി എങ്ങനെയായിരിക്കും? സിനിമ ഒക്കെ അടിപൊളിയായിരുന്നു ബ്രോ, ഇന്നൊരു സീൻ അടിപൊളിയായിരുന്നു, തുടക്കമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇത് ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരിക്കില്ലേ? നമ്മളെപ്പോഴും നമ്മുടെ തുടക്കവും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റും അതേപോലെ അതിൻ്റെ ക്ലൈമാക്സും വെച്ചിട്ടായിരിക്കും ഒരു കാര്യങ്ങളെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. സെയിം എക്സാമ്പിൾ നമുക്കൊരു ട്രിപ്പിലെടുക്കാം. നിങ്ങളിപ്പോൾ ഒരു ടൂർ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ആയിരുന്നു, ഇതൊക്കെ ആയിരുന്നു, അവിടെ എങ്ങനെയായിരുന്നു, ഇവിടെ എങ്ങനെയായിരുന്നു, ഇങ്ങനെ ആവറേജ് ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയായിരിക്കും? നമ്മൾ തുടങ്ങിയ നമ്മുടെ ആ എക്സൈറ്റഡ് മൊമെൻറ്റും നമ്മൾ പറയുന്നുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളതിനെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു മൊമെൻറ്റും നിങ്ങൾ പറയുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമായിരിക്കും അതിൻ്റെ വൈൻഡപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ടായിരുന്ന അതിൻ്റെ ക്ലൈമാക്സ്. ഈ ഒരു രീതിയിലായിരിക്കും സാധാരണഗതിയിലെ മനുഷ്യർ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 2025 ക്ലൈമാക്സ് മാറ്റാനായിട്ട് പോകണം ഗൈസ്. നിങ്ങളുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സ്, സസ്പെൻസ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു ക്ലൈമാക്സ് പോലെ തന്നെ നിങ്ങളുടെ 2025 ക്ലൈമാക്സും ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങളിത് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ ഹറിബറി ആയിട്ട് പഠിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ആ എക്സാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതും അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ 2025 ഗോൾസിനെയൊക്കെ നിങ്ങൾക്ക് 2026 അതേപോലെ തന്നെ എഴുതി വെക്കണോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ എടുത്തു വെക്കണോ എന്നുള്ളതും, അതല്ല ആ ഗോൾസ് എല്ലാം നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ടാക്കിൾ ചെയ്യണോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പീക്ക് ആൻഡ് റൂളിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ഈ 2 മാസത്തെ നമ്മൾ വളരെ വാല്യുബിൾ ആയിട്ട് കാണണം. മാത്രമല്ല ഈ ഒരു പീക്ക് ആൻഡ് റൂൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ പീക്ക് ആൻഡ് റൂൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സ്റ്റാർട്ട് നൗ. ഒട്ടും തന്നെ ഡിലേ ആക്കണ്ട. നമ്മൾ ഇന്ന് എഴുന്നേറ്റ് ഇപ്പം ചെയ്യുന്ന ഒരു കുഞ്ഞു ആക്ഷൻ, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ബോഡി ഒന്ന് മൂവ്മെൻറ്റ് ചെയ്താൽ തന്നെ ആ ഒരു ആക്ഷൻ ഒരു തുടക്കമായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഗോൾ സെറ്റ് ചെയ്യുന്നതും തുടങ്ങുന്നതും ഒക്കെ ജാനുവരിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ജാനുവരിയിൽ ഇത് സെറ്റ് ചെയ്തെന്നല്ലാണ്ട് അവർക്ക് വേണ്ടി ഒരു പണിയെടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഈവൺ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നടന്നുകൊണ്ട് കണ്ടു നോക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യം ചാടി നോക്ക്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്പർ 2, നോളജ്. ഇന്നത്തെ സമയത്ത് നമുക്ക് നോളജിന് വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരുടെ കയ്യിലും ഇഷ്ടംപോലെ വാരിക്കോരി കിട്ടുന്നുണ്ട് നോളജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ, മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സസൈസ് ടിപ്പ് വേണോ, അത് കിട്ടുന്നുണ്ട്. ഡയറ്റ് പ്ലാൻസ് വേണോ, അത് കിട്ടുന്നുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ നമ്മുടെ ടൈം നോളജ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇത് നോളജ് ഉണ്ടാക്കണ്ട എന്നൊന്നല്ല പറഞ്ഞത്. നിങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കുറച്ച് നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നോളജ് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാനും ഒരു എക്സസൈസ് പ്ലാനും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 24/7 ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ ഈ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. അതിനനുസരിച്ച് നിങ്ങൾ ഫുഡും കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ പകരം വെയിറ്റ് കൂടുകയും ചെയ്യും. നേരെ തിരിച്ച് നിങ്ങൾ കുറച്ച് നോളജ് ഉണ്ടാക്കി ആ ഒരു നോളജ് കൊണ്ട് തന്നെ നിങ്ങൾ അതിന് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഐഷൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇൻസ്പിറേഷനാണ്, ഭയങ്കര മോട്ടിവേഷനാണ്, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാറുണ്ട് എന്നുള്ളത്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവൺ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നല്ലാണ്ട്. നേരെ തിരിച്ച് നിങ്ങൾക്കൊരു ഓക്കെ എൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടിയാൽ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നത്. സോ എല്ലാവരും കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ. നമ്പർ 3, പിക്ക് വൺ തിങ് ആൻഡ് ബ്ലോക്ക് ഇറ്റ്. നിങ്ങളുടെ കുറേ ഗോൾ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് കുറേ ഗോൾസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നത് ഏതിനാണോ ആ ഒരു ഗോൾ എടുക്കുക. ആൻഡ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ നിങ്ങൾക്ക് എത്ര കുറച്ച് സമയത്തിനകത്ത് എത്ര നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ടൈം നിങ്ങൾ എടുക്കുക.
ആ ഒരു ടൈം നിങ്ങൾ അതിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. ആ സമയത്ത് മൊബൈൽ പാടില്ല, നിങ്ങൾക്ക് ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വർക്കിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവണിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ കുറച്ച് സമയമാണ് എക്സാം എഴുതാൻ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കുറച്ച് സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേപ്പർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ലാസ്റ്റ് സമയത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ ഇരുന്നിട്ട് അഴിഞ്ഞു കുഴഞ്ഞ് എക്സാം എഴുതിയാലും പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി സാറ് വാങ്ങി വരുന്നതിൽ ആ കുറച്ച് ടൈമിന് മുമ്പ് നിങ്ങൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും അല്ലേ. നിങ്ങൾക്കറിയാവുന്ന എല്ലാം നിങ്ങൾ നോക്കും, ശരിയായിട്ട് എഴുതിയിട്ടുണ്ടോ, ക്വസ്റ്റ്യനെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഹറിബറിയായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലേ. ഏതെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും നേരം നിങ്ങൾ വർക്ക് ചെയ്ത് ആ സ്പീഡിലായിരിക്കില്ല, ഡെഡ് ലൈനിൻ്റെ ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു 1 hour മുന്നേ നിങ്ങൾ വർക്ക് ചെയ്യുക. അതേപോലെ ഇത് നിങ്ങളുടെ ഡെഡ് ലൈൻ ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഓരോ 20 മിനിറ്റും നിങ്ങൾ വർക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള ഒന്നും തന്നെ, ഈവൻ മൊബൈൽ ആയിക്കോട്ടെ, നിങ്ങളുടെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, ഒന്നും തന്നെ നിങ്ങളോട്ട് വരാനായിട്ട് പാടില്ല. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഇന്ന ജോലിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചാണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. നമ്പർ 5, ഫൈൻഡ് യുവർ ഒബ്സ്റ്റിക്കിൾസ്. ഇത് നിങ്ങൾ ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം എങ്ങനെയാണോ പാഴാക്കിയത് അതുപോലെ തന്നെയാണ് ഇനി വരുന്ന 2 മാസം പാഴാക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യം തന്നെ നോക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാലം ഈ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് പറ്റില്ല എന്നുള്ളത്, എന്താണ് നിങ്ങളെ തടയുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് അടുത്ത 2 മാസം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എത്രയൊക്കെ ആലോചിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യം നേടാതിരുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ 4 മണിക്കൂറിലും നിങ്ങൾ ഉറങ്ങാത്ത ബാക്കി എല്ലാ 4 മണിക്കൂറിലും നിങ്ങളൊരു അലാറം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ 4 മണിക്കൂർ കഴിയുമ്പോഴും കഴിഞ്ഞ 4 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ ടൈം കളഞ്ഞതാണോ, അതോ നിങ്ങൾ കുറേ വീഡിയോസ് കണ്ട് ടൈം കളഞ്ഞതാണോ, അതോ ഇനി അപ്പുറത്തെ വീട്ടിൽ പോയി വർത്തമാനം പറഞ്ഞിരുന്നിട്ട് നിങ്ങളുടെ സമയം കളഞ്ഞതാണോ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഗോളിന് വേണ്ടി എത്ര സമയം മാത്രമാണ് ഒരു ദിവസത്തിൽ മാറ്റി വയ്ക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയും. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന പക്ഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു തോട്ട് വരും, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, എൻ്റെ ലക്ഷ്യം ഇപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. സോ അത് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 4 മണിക്കൂറിലും അലാറം സെറ്റ് ചെയ്യുക. ഈ അലാറം സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ 4 മണിക്കൂറിന് ജേർണൽ ചെയ്യുക. കഴിഞ്ഞ 4 മണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്തു, എത്ര ടൈം വേസ്റ്റ് ചെയ്തു, അടുത്ത 4 മണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്തു, എത്ര ടൈം വേസ്റ്റ് ചെയ്തു, ഇങ്ങനെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ് നിങ്ങളുടെ ഒബ്സ്റ്റിക്കിൾ എന്നുള്ളത്. 5ാമത്തെ പോയിന്റ് ഇതാണ്, ഫൈൻഡ് കീ സ്റ്റോൺ ഹാബിറ്റ്. അതായത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കടന്നുറങ്ങുന്നതാവാം. അതായത് നല്ല രീതിക്ക് സ്ക്രോൾ ചെയ്ത് വർത്തമാനം പറഞ്ഞിട്ട് നല്ലപോലെ ഉറക്കം വരുമ്പോൾ രാത്രി ഒരു 1 മണിക്കോ 1.5 മണിക്കോ പോയി കടന്നുറങ്ങുന്ന ഒരു ശീലം മാറ്റിയിട്ട് നിങ്ങൾ നേരത്തെ കടന്നുറങ്ങുന്ന ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നേരത്തെ കടന്നുറങ്ങിയ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് തോന്നും. രാവിലെ അതിന് അലാറം അടിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷാപമാക്കൊണ്ട് എഴുന്നേൽക്കുന്നത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു ഹാബിറ്റ് തന്നെ നിങ്ങളുടെ ലൈഫിൽ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യും. രാവിലെ കുറേ സമയം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജേർണൽ എഴുതാനോ എക്സസൈസ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനോ മെഡിറ്റേറ്റ് ചെയ്യാനോ ഒക്കെ ടൈം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു കീ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഹാബിറ്റ്, അതായത് അനാവശ്യമായിട്ട് സ്ക്രോൾ ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. എനിത്തിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ മാറ്റുക. അങ്ങനെ മാറ്റുന്ന പക്ഷം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾ എഴുതി വെച്ചിട്ടുള്ള ബുക്കിൽ നിന്ന് 2025 എന്നുള്ളത് മാറ്റി 2026 എന്നാക്കുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു അവസാനത്തെ പീക്ക് ആൻഡ് റൂൾ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ റിഫ്ലക്ട് ചെയ്തു എന്നുള്ളത്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും ജനുവരി ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തൊരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിക്കൊണ്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു അപ്പ് ലെവൽ, അതായത് അടുത്തൊരു ലെവലിലോട്ട് കയറാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ടും സാധിക്കും. സോ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഒട്ടും വൈകിക്കേണ്ട. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.